അൽഹംദുലില്ലാഹ്. വേദിയിൽ ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. തലശ്ശേരിയുടെ നിർമ്മിതിയിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്നതാണ് വിഷയം. ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യമായി 1940 തലശ്ശേരിയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കണ്ട തലശ്ശേരിയെ ഇപ്പോൾ കാണുന്നില്ല. തലശ്ശേരിയിൽ 40 മുതൽ ഞാൻ നേരിൽ കണ്ട ചരിത്രം വിവരിച്ചതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ തലശ്ശേരി മുസ്ലിമീങ്ങൾ തലശ്ശേരിയുടെ നിർമ്മിതിയിൽ വഹിച്ച പങ്ക് സൂചിപ്പിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ 6 നൂറ്റാണ്ടുടെ ചരിത്രം അല്പം വിവരിക്കുവാനും ആഗ്രഹിക്കുന്നു. 1940-കളിൽ ഞാൻ കണ്ടിരുന്ന തലശ്ശേരി ഇപ്പോൾ ഇല്ല. എൻ്റെ മുമ്പിൽ കാറുകളും ലോറികളുമൊക്കെ നിർത്തിയിരുന്ന ഈ വിശാലമായ സ്ഥലം ആഴമുള്ള വിശാലമുള്ള തീവണ്ടിക്കുളമായിരുന്നു. തീവണ്ടിയുടെ കൽക്കരി എഞ്ചിനുകൾക്ക് വെള്ളം ശേഖരിച്ചിരുന്ന തീവണ്ടിക്കുളം. ഈ തീവണ്ടിക്കുളത്തിൽ നിന്ന് വീതിയുള്ള ഒരു തോട് ടാക്സി സ്റ്റാൻഡിലൂടെ ഒഴുകി സദാനന്ദപ്പയുടെ കടയുടെ മുമ്പിലൂടെ പെട്രോൾ പമ്പിൻ്റെ സമീപത്തോടുകൂടെ തീവണ്ടി ലൈനിൻ്റെ അടിയിൽ കൂടെ കുയ്യാലിയിൽ പുഴയിലേക്ക് ഒഴുകിയിരുന്നു. ആ തോട്ടിൽ നിന്ന് ചെറിയ വലകൾ വീശി ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്നത് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ തലശ്ശേരിയുടെ നിർമ്മിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന തലശ്ശേരിയിലെ പ്രാചീന തറവാട് ഭവനങ്ങളും അപ്രത്യക്ഷമായി. സ്റ്റേഡിയത്തിനപ്പുറം കടലിനഭിമുഖീകരിച്ചും കൊണ്ട് ആദിയിലത്തെ തറവാട്ട് ഭവനം, അതിനിപ്പുറം വലിയപുര തറവാട്ട് ഭവനം. 150 വർഷങ്ങൾക്ക് മുമ്പ് മക്കത്ത് ഹാജിമാർക്ക് സൗജന്യമായി താമസിക്കുവാനുള്ള കെ.ഇ. സുബാത്ത് പണിത മായിൻകുട്ടിക്ക് ജനിച്ച ഭവനമായിരുന്നു വലിയപുര തറവാട്. അവിടെ നിന്നിങ്ങോട്ട് വന്നാൽ ബണ്ണൻ കോളേജിൻ്റെ പിന്നിൽ പയാറമ്പത്ത് പുതിയച്ചേരി, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാരാക്കുനിയിൽ, കായത്ത്, ഗുഡ്സ് റോഡിൽ കയറിയാൽ COT തായത്ത്, CO ഓർക്കാട്ടിൽ, ഷെമി ഹോസ്പിറ്റലും ഈ ബിൽഡിംഗ് കോംപ്ലക്സും ഒക്കെ നിൽക്കുന്നിടത്ത് കളത്തിൽ പൊമ്മാണിച്ചിൻ്റെ അവിടെ ചിരക്കര എത്തിയാൽ കാടാങ്കണ്ടി, തച്ചങ്കണ്ടി, ചന്ദ്രോത്ത്, അവിടെ നിന്ന് ജൂബിലി റോഡിലെത്തിയാൽ വലിയ കുളമുള്ള കരിമ്പിന്തായിൽ, അപ്പുറം തൈത്തോടത്ത് സെയ്താർ പള്ളിൻ്റെ അടുത്തെത്തിയാൽ പാലിക്കണ്ടി, തച്ചങ്കണ്ടി, നെല്ലിയിൽ അച്ചാറത്ത്. ഇനി അതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ജനിച്ചു വളർന്ന തലശ്ശേരി മെയിൻ റോഡിലെ വയ്യപ്പുറത്ത് കുന്നത്ത് തറവാട്ടിനെ പറ്റി പറയുമ്പോഴാണ് ചരിത്രത്തിൻ്റെ തലശ്ശേരിയിലുണ്ടായിരുന്ന മതമൈത്രിയുടെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവുക. 8 കെട്ടിൽ, അതായത് 2 വലിയ നടുമുറ്റവും ചുറ്റുപാടും ഇരുനിലയുള്ള 8 വീടുകളുമായിരുന്നു കുന്നത്ത് തറവാട് ഭവനം. 1948 ഡിസ്ട്രിക്ട് കോടതിയുടെ ഓഫീസർമാർ അത് ലേലം ചെയ്ത് വിൽക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
ആ വീട് കൊങ്കണി ബ്രാഹ്മണന്മാരുടെ കച്ചവട കേന്ദ്രങ്ങളുടെയും വീടുകളുടെയും അവരുടെ നരസിംഹ ക്ഷേത്രത്തിൻ്റെയും തൊട്ടടുത്താണ്. ലേലം നടക്കുമ്പോൾ അവിടെ അക്കാലത്ത് തലശ്ശേരിയിലുണ്ടായിരുന്ന സമ്പന്നരായ കൊങ്കണി ബ്രാഹ്മണന്മാർ, വാദ്യാർ ബൈഡിയുടെ ഉടമ വാദ്യാറും സദാനന്ദപ്പയും ചരടപ്പമല്ലറും ഒക്കെ ആ ഓപ്ഷൻ നടക്കുമ്പോഴുണ്ടായിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന ഞാനും അപ്പോൾ അവിടെ ഉണ്ട്. ലേലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരനങ്ങാതെ നിൽക്കുകയാണ്. അതേ അവസരത്തിൽ മുസ്ലിം കച്ചവടക്കാർ ലേലത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. മറ്റുള്ളവർ ഓഫീസർ കൊങ്കണി ബ്രാഹ്മണരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ലേലത്തിൽ പങ്കെടുക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ പൂർവികർക്ക് അഭയം നൽകിയ ഈ തറവാട് ഞങ്ങളുടെ കൈയാൽ പൊളിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ ചരിത്ര വിവരം ഞാൻ വിവരിക്കാം. പോർച്ചുഗീസുകാർ കൊങ്കൺ പ്രദേശം, ഗോവയടക്കമുള്ള കൊങ്കൺ പ്രദേശം ആക്രമിച്ചു കീഴടക്കിയപ്പോൾ നിർബന്ധ മതമാറ്റത്തിന് പ്രയത്നിച്ചു. അപ്പോൾ അതിന് വഴങ്ങാത്ത കൊങ്കണി ബ്രാഹ്മണന്മാർ തെക്കോട്ടേക്ക് പലായനം ചെയ്തു. അപ്പോൾ അവർക്ക് അഭയം കൊടുത്തത് ഈ പ്രാചീന ജമ്മിത്തറവാടായിരുന്ന ഇവരായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ 1940 മുമ്പുള്ള ആ പ്രദേശത്തിൻ്റെ ജന്മാധാരങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അതിൻ്റെ ഒക്കെ ജന്മാവകാശം കുന്നത്ത് തറവാട്ടിനാണെന്ന്. കൊങ്കണി ബ്രാഹ്മണന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് അഭയം കൊടുത്തത് എവിടെയാണെന്നറിയോ? മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം അധികാരത്തിൻ്റെ കീഴിലുള്ള കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിൻ്റെ തൊട്ടടുത്തുള്ള തയ്യിലാണ് അവരുടെ രണ്ടാമത്തെ നരസിംഹക്ഷേത്രം. എന്തുകൊണ്ട് ഇവിടെ ചെറക്കലിൽ കോലത്തിരിയുണ്ട്, കോട്ടയം രാജവംശമുണ്ട്, സാമൂതിരിയുണ്ട്, ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു ഭരണാധികാരികളുമുണ്ട്. എന്തുകൊണ്ട് അവരുടെ കൊട്ടാരത്തിന് സമീപം ഇവർക്ക് ക്ഷേത്രത്തിന് സ്ഥലം കൊടുത്തില്ല? എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കൊടുത്തു? ചരിത്ര ഗവേഷകന്മാർ അന്വേഷിക്കേണ്ടതാണ്. അതിനൊരു കാരണമുണ്ട്. കൊങ്കണി ബ്രാഹ്മണന്മാർ മധ്വാചാര്യരുടെ അനുയായികളാണ്. ഇവിടുത്തെ ബ്രാഹ്മണന്മാർ ശങ്കരാചാര്യരുടെ അനുയായികളാണ്. മധ്വാചാര്യ ാണ് കൊങ്കണി ബ്രാഹ്മണന്മാർക്ക് ക്ഷേത്രത്തിനുള്ള സ്ഥലം കൊടുക്കാണ്ടിരുന്നു. മുസ്ലിങ്ങളായിരുന്നു കൊടുത്ത്. ഈ തറവാട് ഭവനങ്ങൾ ഇന്നും ഇന്നലെയും ഉണ്ടായതൊന്നുമല്ല. അതിൻ്റെ പ്രാചീനത 600 വർഷങ്ങൾക്ക് മുമ്പ് AD 1400 അറബി ചരിത്രകാരനായ റഷീദുദ്ദീൻ, അത് മുസ്ലിം ഡയറക്ടറിയിൽ 1960 പ്രസിദ്ധീകരിച്ച മുസ്ലിം ഡയറക്ടറിയിൽ ആ വിവരമുണ്ട്. അദ്ദേഹം തലശ്ശേരിയെ വിവരിച്ചത് ബഗ്ദാദിലും സഫാറിലും ഉണ്ടായിരുന്ന വീടുകളോടും റോഡുകളോടും സാദൃശ്യമുള്ളതാണ് തലശ്ശേരിയിലെ വീടുകളും റോഡുകളുമെന്നാണ്. അത് നിർമ്മിച്ചത് തലശ്ശേരിയിലെ സമ്പന്നരായ മുസ്ലിം കച്ചവടക്കാരാണെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വിവരത്തെ സത്യപ്പെടുത്തും വിധം 1505 കണ്ണൂരിലുണ്ടായിരുന്ന പോർച്ചുഗീസ് ചരിത്രകാരനായ റുദാദെ ബർബോസ എഴുതി. ധർമ്മടം തുറമുഖത്ത് വിശാലമായ മണലാരണ്യത്തിൽ പായക്കപ്പലുകളിൽ പേർഷ്യൻ കുതിരകളും അറബി കുതിരകളും ഇറക്കുമതി ചെയ്യുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ സമ്പന്നരായ കച്ചവടക്കാർ അവിടെ വന്നു സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു, അത് വാങ്ങിക്കൊണ്ടുപോകുന്നു. അതിനടുത്ത് തിരുവങ്ങാട്, തലശ്ശേരി എന്നല്ല അദ്ദേഹം എഴുതിയത്, തിരുവങ്ങാട് സമ്പന്നരായ കപ്പലുടമകളായ മുസ്ലിം കച്ചവടക്കാർ ധാരാളമുണ്ട്. അവിടുന്ന് 4 മൈൽ തെക്കോട്ട് പോയാൽ മാഹിയിലും അതുപോലെ സമ്പന്നരായ കപ്പലുടമകളായ മുസ്ലിം കച്ചവടക്കാരുണ്ട്.
ഈ സമ്പന്ന കമ്പോളങ്ങളും സമ്പന്നതയും പോർച്ചുഗീസ് ആക്രമണത്തോടെയാണ് അവസാനിച്ചത്. പോർച്ചുഗീസുകാർ ധർമ്മടത്ത് ഇറങ്ങുവാൻ ഒരുങ്ങിയ സന്ദർഭത്തിൽ ഒരുപെട്ടപ്പോൾ വലിയച്ഛൻ്റെ നേതൃത്വത്തിൽ 200ഓളം പടയാളികൾ അതിനെ പ്രതിരോധിച്ചു. അതിൻ്റെ പ്രതികാരമായി 20 വർഷം കഴിഞ്ഞതിന് ശേഷം വാസ്കോ ഡി ഗാമ വീണ്ടും കണ്ണൂരിൽ വന്നപ്പോൾ വഞ്ചനയിൽ കൂടെ വലിയച്ഛനെ പിടിച്ചു കണ്ണൂർ കോട്ടയിലെ തുറുങ്കിലിട്ടു, തൂക്കിക്കൊന്നു. കുഞ്ഞാലി മരക്കാർ രക്തസാക്ഷിയാകുന്നതിന് 40 വർഷം മുമ്പാണിത്. കേരളത്തിലെ ചരിത്രകാരന്മാരാരും ഇത് വിവരിച്ചില്ല. എന്തുകൊണ്ട്? ചരിത്ര അന്വേഷകർ അന്വേഷിക്കട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നാൽ ഈ വിവരം പേര് പെട്ടെന്ന് വിട്ടുപോയി. പ്രശസ്തനായ നമ്മുടെ പരിപാടിയിലെല്ലാം പങ്കെടുക്കുന്ന DSP അലക്സാണ്ടർ ജാക്കബ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സോവനീരിൽ എഴുതിയിട്ടു. അത് ഞാൻ അന്വേഷണ സമയത്ത് കുറിപ്പിനോട് വരെ അന്വേഷിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ വിവരങ്ങളൊന്നും ഇവിടുത്തെ ചരിത്രകാരന്മാർ പുറത്തറിയിച്ചില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡച്ച് ഗസറ്റിയറിൽ മാത്രമാണ് ഉണ്ടായിരുന്നു. ഡച്ച് ഗസറ്റിയറിൽ നിന്ന് അദ്ദേഹം പരിശോധന നടത്തി ഈ രഹസ്യം പുറത്തു കൊണ്ടുവന്നു. പിന്നീട് മുസ്ലിമീങ്ങൾ ഇവിടെ വിശ്രമിച്ചില്ല. തലശ്ശേരിയിലെ മുസ്ലിമീങ്ങൾ പോർച്ചുഗീസുകാരുടെ അക്രമം കഴിഞ്ഞതിന് ശേഷം വിശ്രമിച്ചില്ല. ചരിത്രരേഖകൾ വീണ്ടും അവരെപ്പറ്റി പറയുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാലത്തെ മേധാവികൾ 1690കളിൽ തലശ്ശേരിയിലെത്തിയപ്പോൾ 1720 മുതൽ 35 വരെ തലശ്ശേരിയിലുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേധാവി സ്റ്റീഫൻ ലോ, അദ്ദേഹത്തിൻ്റെ മേലധികാരികൾക്ക് എഴുതിയ കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. മദ്രാസ് ആർക്കൈവിൽ നിന്നും കോപ്പി ചെയ്തോ. അദ്ദേഹം അതിൽ വിവരിക്കുകയാണ്, $35,000 ഫ്രഞ്ച് കപ്പൽ കുരുമുളക് വാങ്ങുവാനായി മാഹിയിലെത്തിയിരിക്കുന്നു. അത് കാരണം തലശ്ശേരി കമ്പോളത്തിൽ അറബികളും ഡച്ചുകാരും മറ്റും മത്സരിക്കുന്നതിനാൽ ഒരു കണ്ടി കുരുമുളകിന് 72 റുപ്പിയിൽ നിന്ന് 75 റുപ്പിയായി ഉയർന്നിരിക്കുന്നു. കുരുമുളക് വാങ്ങുവാൻ ഞങ്ങൾ പ്രയാസപ്പെടുന്നു. എന്നാലും തലശ്ശേരിയിലെ മുസ്ലിം കുരുമുളക് കച്ചവടക്കാരിൽ നിന്ന് 700 കണ്ടിയോളം കുരുമുളക് ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. ഇതൊരു വാർത്ത. അദ്ദേഹത്തിൻ്റെ തന്നെ ആ കാലത്തെ കത്തിലെ മറ്റൊരു വാർത്ത, കുഞ്ഞിസൗ എന്ന ഏലക്കച്ചവടക്കാരിൽ നിന്നും വിശ്വസനീയമായ ഒരു വിവരം ലഭിച്ചിരിക്കുന്നു. അതായത് അറക്കൽ ഭരണാധികാരിയായ അറക്കൽ ബീബി കോട്ടയം രാജാവിനെ സ്വാധീനിച്ചിരിക്കുകയാണ്. കോട്ടയം രാജാവിൻ്റെ അധീനത്തുള്ള പ്രദേശങ്ങളിൽ വിളയുന്ന ഏലം കമ്പനിക്ക് കൊടുക്കരുതെന്നാണ് അവർ അറക്കൽ രാജാവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തലശ്ശേരിയിലെ മുസ്ലിം ചരിത്രം ഇന്നലെയല്ല, നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. ഈ ചരിത്രം തന്നെയാണ്, ഈ മുസ്ലിം ചരിത്രം തന്നെയാണ് തലശ്ശേരിയെ നിർമ്മിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രയാസങ്ങൾ ഇതാക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഇപ്പോൾ വളരെ അഭിമാനത്തോടുകൂടെ തലശ്ശേരിയിലെ ചരിത്രകാരന്മാരും തലശ്ശേരിക്കാരും പറയാറുണ്ട്, ബ്രിട്ടീഷുകാരാണ് തലശ്ശേരിയെ ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തിട്ട്. തലശ്ശേരിക്കാരെയും ഈ നാട്ടുകാരെയും കൊള്ളയടിക്കാൻ വേണ്ടി, ആക്രമിക്കുവാൻ വേണ്ടി ആണ് അവർ കോട്ട പണിതത്.
ഞാൻ വെറുതെ പറയല്ല, എൻ്റെ രേഖകൾ അടിസ്ഥാനത്തിലാണ്. അവർ കോട്ടയിൽ സ്റ്റീഫൻ ലോൻ്റെ കാലത്ത് വരുത്തിയത് 50-100 ബാരലുകൾ ഗൺ പൗഡറുകളാണ്. അതിവിടെ വിൽക്കുവാനല്ല, തോക്കുകളിലും പീരങ്കികളിലും നിറച്ച് ഈ നാട്ടുകാരെ കൊല്ലുവാനായിരുന്നു. അങ്ങനെ കൊന്ന് ആക്രമിച്ച് കൊള്ളയടിച്ച പണം അതിവിടെ നിന്ന് ലണ്ടനിലേക്ക് കൊണ്ട് ലണ്ടനാണ് വികസിപ്പിച്ചത്. അല്ലാതെ ബ്രിട്ടനിൽ നിന്ന് പണം കൊണ്ടുവന്നിട്ട് തലശ്ശേരിയെ വികസിപ്പിച്ചിട്ടില്ല. ചരിത്രം അതാണ്. എന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങളോ അവരിവിടുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങി ഇപ്പുറം വിറ്റ് കാശുണ്ടാക്കിയവരല്ല. പായക്കപ്പലുകൾ നിർമ്മിച്ച് പായക്കപ്പലുകളിൽ സാഹസയാത്രകൾ കടൽ കൊള്ളക്കാരോട് നേരിട്ട് ഇവിടുത്തെ ചരക്കുകൾ ഇന്ത്യയുടെ പല തുറമുഖങ്ങളിൽ മാത്രമല്ല വിദേശത്തിലും എത്തിച്ചു. ആ പണമാണ് തലശ്ശേരിയെ വികസിപ്പിച്ചത്. അത് തുടർന്നു. പ്രത്യേകിച്ച് കെയ്മാരുടെ കാലത്ത്, മൂസക്കാക്കയുടെ കാലത്ത് അതൊരു ജൈത്രയാത്ര തന്നെയായിരുന്നു. ഞാൻ അതിലേക്ക് കടന്നാൽ സമയം കുറേ കഴിയും. പിന്നീട് ഈ മുസ്ലിങ്ങളുടെ ഈ സമ്പന്ന കച്ചവടം, വിദേശ രാജ്യങ്ങളുമായുള്ള കച്ചവടം 1857 വിക്ടോറിയ റാണി ഇന്ത്യയുടെ അധികാരം ഏറ്റെടുത്തതോടുകൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയെങ്കിലും പിന്നീട് തലശ്ശേരിയിൽ ഈ കച്ചവടങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വന്നത് ബ്രിട്ടീഷ് കമ്പനികൾ തന്നെയാണ്. P.S. ലെസ്ലി, ആബ്സൻ വാൾക്കാർട്ട് ബ്രദേഴ്സ് ഇവരുടെയൊക്കെ എൻ്റെ ഓഫീസുകളും തലശ്ശേരിയിലുണ്ടായിരുന്നു. ഇവിടുന്ന് കുരുമുളകും കാപ്പിയും ഒക്കെ പിന്നെ കയറ്റുന്നത്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുള്ള കാലത്ത് തലശ്ശേരിയിലെ മുസ്ലിങ്ങൾ അവരുണ്ടാക്കിയ ഒരു തലശ്ശേരിയുടെ സൽപ്പേരി ഇന്നും മായാതെ അമേരിക്കയിലും യൂറോപ്പിലെയും വലിയ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലെയും അൾമാറയിൽ ശോഭിച്ചു കിടക്കുന്നു. തലശ്ശേരി പെപ്പർ, തലശ്ശേരി കുരുമുളക് എന്നാണത്. ഇന്നും എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട്. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുരുമുളക് കിട്ടാത്ത സമയത്ത് കെയ്മാരുടെ സ്ഥാപകക്കാരനവരായ ആൽപ്പിക്ക ചെയ്ത കച്ചവട തന്ത്രമായിരുന്നു. വയനാട്ടിൽ നിന്നും കുടകുന്നും ഇവിടെ നിന്നും ശേഖരിച്ച കുരുമുളകുകൾ 6mm അരിപ്പയിലിട്ടരിച്ച് വലുതും ചെറുതുമാക്കി വലുത് കമ്പനിക്ക് കൊടുത്തു. കമ്പനി അത് തലശ്ശേരിയുടെ പേരിൽ, തലശ്ശേരി കുരുമുളക് എന്ന പേരിൽ ലോക കമ്പോളത്തിലിറക്കി. ഇന്നും ലോകത്തിലെ ഏറ്റവും മുന്തിയ കുരുമുളകായി അറിയപ്പെടുന്നത് തലശ്ശേരി പെപ്പറാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. ന്യൂയോർക്കിൽ നിന്നും ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിച്ച സ്പൈസസ് മാഗസിൻ വായിച്ചറിഞ്ഞ വിവരങ്ങളാണ്. ഇന്ത്യ ഗവൺമെൻറ് വിദേശത്തേക്ക് കയറ്റുന്ന കുരുമുളക് ഗ്രേഡ് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുന്തിയ കുരുമുളക് TGEB ആണ്, തലശ്ശേരി ഗാർബിൾഡ് എക്സ്ട്രാ ബോൾഡ്. തലശ്ശേരിയിൽ തരംതിരിച്ച വലിയ കുരുമുളക് എന്ന് സാരം. ഇന്ന് തലശ്ശേരി ഇന്ന് ഒരു കിലോ കുരുമുളകും കയറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതൊക്കെ കയറ്റുന്നത് മഹാരാഷ്ട്രയും ഗുജറാത്തിലെയും വലിയ ഗുദാമുകളിൽ നിന്നാണ് തലശ്ശേരിയുടെ പേരിൽ കുരുമുളക് കയറ്റിപ്പോകുന്നത്. അത് മറ്റൊരു ചരിത്രം. മറ്റൊരു കാർഷിക ചരിത്രം, തലശ്ശേരി മുസ്ലിമീങ്ങളിലൂടെ തലശ്ശേരി ശോഭിച്ചത് 1960കളിൽ ഞാൻ കാസർഗോഡ് മൃഗാസ്പത്രിയിലും തലശ്ശേരി മൃഗാസ്പത്രിയിലും, അന്ന് തലശ്ശേരി മൃഗാസ്പത്രി ആൽമരത്തിൻ്റെ അടുത്താണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ അൾമാറകളിൽ ഒരു വലിയ പുസ്തകം കണ്ടു, ലൈഫ് സ്റ്റോക്ക് ഇൻ സൗത്ത് ഇന്ത്യ എന്ന ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ ഒരു അധ്യായം തലശ്ശേരി മിൽക്ക് ഗോഡ്സ് എന്നാണ്, തലശ്ശേരിയിലെ പാലാടുകൾ. 1928 ബ്രിട്ടീഷുകാരൻ എഴുതിയ പുസ്തകമാണ്. അതിൽ തെക്കേ ഇന്ത്യയിലെ പശുക്കളെയും എരുമകളെയും ചെമ്പരിയാടുകളെ പറ്റിയൊക്കെ വിവരമുണ്ട്. ആ ആടുകൾ എങ്ങനെ തലശ്ശേരിയുടെ ചുറ്റുപാടുള്ള കളത്തീരങ്ങളിലും എത്തിയെന്ന് അദ്ദേഹം പഠനം നടത്തി. ഇന്ത്യയിൽ പാലിനായി ഉപയോഗിക്കുന്ന രണ്ട് ഇനം ആടുകൾ മാത്രമാണുള്ളത്. ഒന്ന് ഡൽഹിക്ക് സമീപത്ത് യമുന നദീ തടങ്ങളിൽ വളർന്നിരുന്ന ജമുനാപ്പാരി, വലിയ ചെവിയുള്ള ജമുനാപ്പാരി ആടുകൾ. രണ്ടാമത്തേത്
തലശ്ശേരിയിലും തലശ്ശേരിക്ക് ചുറ്റുമുള്ള കടൽ തീരപ്രദേശങ്ങളിൽ മാത്രം കണ്ടിരുന്ന പാലാടുകൾ. ഇതെങ്ങനെ എത്തിയെന്ന് അദ്ദേഹം അന്വേഷിച്ച സമയത്ത് അറിഞ്ഞത്, മുൻകാലത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഹജ്ജിന് പോയിരുന്നപ്പോഴും കച്ചവടത്തിനായും പോയിരുന്നപ്പോൾ വരുമ്പോൾ പ്രവാചകന്മാർ വളർത്തിയിരുന്ന ആടുകളായതുകൊണ്ട് അവയെ വാങ്ങി അവരുടെ വീടുകളുടെ അടുത്ത് ആലകെട്ടി അരുമയോടെ പോറ്റി പെരുകിയതാണ് ഇത്. ഇതിൻ്റെ പ്രശസ്തി ഇന്നില്ല, ഇന്നിവിടെ ഒന്നും ആടൊന്നുമില്ല. 1960കളിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തു നിന്നും മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് താമസിച്ച് എത്രയോ പാലാടുകളെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. അക്കാലത്ത് പ്രശസ്തനായ മൃഗസംരക്ഷണ ഡയറക്ടറുടെ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് തലശ്ശേരിയിൽ നിന്ന് 20 പെണ്ണാടുകളെയും 2 കുട്ടനാടുകളെയും ഞാൻ വാങ്ങി ലോറിയിൽ തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് ഫാമിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ഇവിടെയുള്ള കൊമ്മേരി ഗോഡ് ഫാമും ഈ തലശ്ശേരി ഭാഗത്തു നിന്ന് വാങ്ങിയ ആടുകളെ കൊണ്ട് വളർത്തിയതാണ്. ഇതിന് ഞാൻ ദൃക്സാക്ഷിയാണ്, കേട്ട് കേൾവിയതല്ല, ഈ പറഞ്ഞതൊക്കെ ദൃക്സാക്ഷിയാണ്. ഇതാണ് തലശ്ശേരിയുടെ ചരിത്രം. ഈ തലശ്ശേരിയുടെ ചരിത്രം വീണ്ടും തുടർന്നു. ബ്രിട്ടീഷുകാരും മറ്റും വ്യാപാരത്തിൻ്റെ കുത്തകെടുത്തതോടുകൂടെ ഈ പ്രദേശത്തുകാർ കഴിഞ്ഞ 1 നൂറ്റാണ്ട് മുമ്പ് പ്രയാണം തുടങ്ങി. ഇന്ത്യയുടെ പല ഭാഗത്തും ജോലിക്കും കച്ചവടത്തിനും പോയി. സിലോണിൽ പോയി, ബർമയിൽ പോയി, സിംഗപ്പൂരിൽ പോയി പ്രവാസികളായി. അവരധ്വാനിച്ച പണം അപ്പോഴും തലശ്ശേരിയിൽ തന്നെ എത്തിച്ചു. 2ാം ലോകമഹായുദ്ധത്തോടെ ആ പ്രവാസി ജീവിതം നിന്നതോടെ പിന്നെ 1960 മുതൽ അറബ് രാജ്യങ്ങളിലേക്കായി പ്രവാസികൾ. അവർ തലശ്ശേരിയിലേക്ക് ഒഴുക്കിയ പണം, വിദേശ പണം, നാം ചരിത്രം വായിക്കുമ്പോഴാണ് അറിയാം. ചന്ദ്രശേഖർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വിദേശ നാണയത്തിൻ്റെ കമ്മി കൊണ്ട് രാജ്യം കഷ്ടപ്പെട്ടിരുന്ന കാലത്ത് റിസർവ് ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൽ റിസർവ് ആയി ഇതാക്കിയിരുന്ന സ്വർണങ്ങൾ ലോകബാങ്കിൽ നിന്ന് വാങ്ങിയ കടത്തിൻ്റെ പലിശ അടയ്ക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ആ സ്വർണം ലണ്ടൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ട്. അക്കാലത്തെ വാർത്തയാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ മലബാറിൽ നിന്നുള്ള പ്രവാസികൾ ഗൾഫിൽ നിന്നും ഡോളറും റിയാലും ദിർഹവും ഒഴുക്കിയത് ബാങ്കുകളിലേക്ക്. ഇവിടുത്തെ സാമ്പത്തിക ചലനത്തിന് പിന്നിൽ തലശ്ശേരി മുസ്ലിങ്ങളുടെയും മലബാർ മുസ്ലിങ്ങളുടെയും പ്രയാണങ്ങളാണ്, സാഹസയാത്രകൾ. അത് വിസ്മരിച്ചും കൊണ്ടുള്ള ഒരു ചരിത്രം തലശ്ശേരിക്കും മലബാറിനുമില്ല. ഈ നാട്ടിനെ അഭിമാനത്തോടുകൂടെ പിടിച്ചു നിർത്തിയ ഈ സമൂഹത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കലാപങ്ങളായി നമ്മളിവിടുത്തെ ചരിത്രകാരന്മാർ വിവരിച്ചു. ചരിത്രത്തോട് ചെയ്ത ഏറ്റവും വലിയ പാതകമാണ്. ഒരു മതമൈത്രിയുടെ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹൈദരാലിയുടെ പടയോട്ട സമയത്ത് ഈ വിവരം 1916 പ്രസിദ്ധീകരിച്ച KE ചരിത്രത്തിൽ കോഴിക്കോട് നിന്ന് 1916 പ്രസിദ്ധീകരിക്കുന്ന കേരള പത്രികയുടെ പത്രാധിപർ മേനോൻ എഴുതിയതാണ്. പേര് മറന്നുപോയി. അദ്ദേഹം എഴുതിയതാണ്. ഹൈദരാലിയുടെ പടയോട്ട സന്ദർഭത്തിൽ തലശ്ശേരിയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്നായിരുന്ന സമ്പന്നരും സവർണരുമായ ഹിന്ദുക്കൾ ജീവരക്ഷാർത്ഥം തലശ്ശേരിയിലേക്ക് പോയി. അവരെ ഇവിടെ നിന്ന് യാതൊരു കോട്ടവും തട്ടാതെ, സാമ്പത്തിക കോട്ടമോ ആചാര കോട്ടങ്ങളോ ഇല്ലാതെ അവരെ മുഴുവനും തിരുവിതാംകൂർ രാജാവിൻ്റെ സമീപത്തേക്ക് എത്തിച്ചത് മൂസക്കാക്കയുടെ പായക്കപ്പലിലാണെന്ന് അദ്ദേഹം എഴുതി. മാത്രമല്ല, അങ്ങനെ അവരെ എത്തിച്ച് കുറച്ച് കൊല്ലം കഴിഞ്ഞ ശേഷം മൂസക്കാക്ക വീണ്ടും തിരുവനന്തപുരത്തെത്തി രാജാവിനെ കാണാൻ പോകുമ്പോൾ
രാജാവ് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് മൂസക്കാക്ക് അങ്ങ് നിന്ന് വരുന്നത് കണ്ടപ്പോൾ ഇറങ്ങി ഓടി അദ്ദേഹത്തെ ആശ്ലേഷിച്ചു പറഞ്ഞു, മൂസേ, നീ എന്നെ ഏൽപ്പിച്ച ആളുകളെ മുഴുവനും നീ പോയി കൊണ്ടുപോകുന്നു എന്ന്. ആ തിരുവിതാംകൂർ രാജാവ് കൊടുത്ത തേക്ക് മരങ്ങൾ, ആ തേക്ക് മരങ്ങൾ അധികം തേക്ക് മരങ്ങൾ കൊണ്ടാണ് ഓടത്തിലപ്പള്ളി പണിത് മൂസക്കാക്ക് സമ്മാനമായി കൊടുത്തത്. അത് വലിച്ച് ചാലിലെ കടപ്പുറത്തിറക്കി അത് വലിച്ചു വന്ന വഴികളാണ് ഇപ്പോൾ മുകുന്ദമല്ലറും ലോഗൻസ് റോഡുമായി മാറിയത്. തലശ്ശേരിയുടെ നിർമ്മിതിക്ക് മുസ്ലിങ്ങളുടെ പങ്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. ഇനിയും എത്രയോ വിവരങ്ങളുണ്ട്, പക്ഷേ കണ്ടെത്തണം. കണ്ടെത്തിയാൽ സാധിക്കും. ഞാൻ നിർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കും. ശ്രദ്ധിക്കുക. KL 08 AU 7108 KL 58W 2253 വാഹനോടമകൾ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തതായി ഈ ചരിത്ര സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നത് ഡോക്ടർ മഹമ്മൂദ് കൂരിയ, മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി, ചെമ്മാട് ദാറുൽ ഹുദയിൽ ഡിഗ്രി, JNUവിൽ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ PG, ലൈഡൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള സാംസ്കാരിക വിനിമയ ചരിത്രത്തിൽ ഡോക്ടറേറ്റ്. ഇപ്പോൾ ഇസ്ലാമിക നിയമം ഫോക്കസ് ചെയ്ത് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച്, യൂറോപ്യൻ യൂണിയൻ, അമേരിക്കൻ SSRB, മരുമകത്തായും